അതെ, എല്ലാവർക്കും പള്ളിപ്പറമ്പന്റെ പുതിയ വീഡിയോയിലോട് സ്വാഗതം. ഇന്ന് റോയലിന് ഒരു സംശയമുണ്ട്. എന്താണെന്ന് അറിയാമോ? ആശാന് സ്ഥലം ചരിവുള്ളടുത്ത് ഡ്രസ് വർക്കൊക്കെ ചെയ്യുമ്പോൾ പോസ്റ്റിൻ്റെ അളവെടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ റോയൽ ചോദിച്ച പോലെ തന്നെ കുറെ പേര് എന്നോട് മെസ്സേജ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത്. അപ്പൊ അറിയാവുന്നവരൊക്കെ സ്കിപ്പ് ചെയ്തോ, നമ്മൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറയാനാണ്. അപ്പൊ നമ്മുടെ സ്ഥലം ചരിവാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലും ഇടുന്ന പില്ലറുകളുടെ ഹൈറ്റ് എന്തായാലും വ്യത്യാസം ഉണ്ടാവും. നമുക്ക് കറക്റ്റ് വാട്ടർ ലെവലിൽ പില്ലർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഒരിക്കലും നീറ്റ് ആവില്ല. വർക്ക് എപ്പോഴും പിരിഞ്ഞിരിക്കത്തേ ഉള്ളൂ. ചെറിയ സ്ലോപ്പ്, വളരെ നൈസായിട്ടുള്ള സ്ലോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വിടാൻ പറ്റും. പക്ഷേ അത്യാവശ്യം ഒരു സ്ലോപ്പൊക്കെ ഇട്ട് ചെയ്യുന്ന വർക്കിന് ഒരിക്കലും വാട്ടർ ലെവലിൽ പില്ലർ ഇട്ട് കഴിഞ്ഞാൽ സ്ഥലം ചരിവുള്ള വർക്കാണെന്നുണ്ടെങ്കിൽ വൃത്തിയുടെ അരിവുകൾ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ആ പില്ലർ ഇടുന്നത് പല ആൾക്കാരും പല രീതിക്കാണ്. അതായത് ഇവിടെ 2.5 മീറ്ററാണ് റാഫ്റ്റർ, ഇവിടെ 4 മീറ്ററാണ് റാഫ്റ്റർ എന്ന് വിചാരിക്കുക. ആളുകൾ ഒരു മിക്കവരും ചെയ്യുന്നത് ഈ 2.5 മീറ്റർ ഈ 4 മീറ്റർ മാർക്ക് ചെയ്യും. എന്നിട്ട് അവിടെ വാട്ടർ ലെവൽ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ടെമ്പററി സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് ആണ് പില്ലറൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇത്രയും സമയം പോലും നമുക്ക് വേണ്ട നമ്മളുടെ കാൽക്കുലേറ്ററിൽ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ. അത് സംഭവം എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറിയ സൈഡിലെ റാഫ്റ്റർ ഒരു 3 മീറ്ററാണെന്ന് വിചാരിക്കുക. നിങ്ങളത് സെൻറ്റിമീറ്ററാണൊക്കെ എടുത്താൽ മതി. അപ്പോൾ അത് 300 സെൻറ്റിമീറ്ററിനാണ് നമ്മളിവിടെ ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ലോപ്പ്. ഞാനിപ്പോൾ ഒരു 25 സെൻറ്റിമീറ്ററാണ് സ്ലോപ്പ് ഇടാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ 25/300 അപ്പോൾ കിട്ടുന്ന സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യന ഇവിടത്തെ റാഫ്റ്ററിൻ്റെ അളവുണ്ട് 4 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ 400 സെൻറ്റിമീറ്റർ. ആ സംഖ്യന 400 കൊണ്ട് ഗുണിക്കുക. ആ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയിൽ നിന്ന് നമ്മളുടെ ഇവിടെ ഇടാൻ ഉദ്ദേശിച്ച സ്ലോപ്പ്, അതായത് 25 സെൻറ്റിമീറ്റർ, അത് അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് ഇവിടുത്തെ പോസ്റ്റിനേക്കാളും കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് ഉള്ള സൈഡിലെ പോസ്റ്റിൻ്റെ അളവ് കിട്ടും. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ലെങ്തി ആയിട്ട് തോന്നുമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ റാഫ്റ്ററിൻ്റെ അളവ് ഇപ്പുറത്തെ റാഫ്റ്ററിന് മാർക്ക് ചെയ്ത് വാട്ടർ ലെവൽ ഒഴിച്ച് ടെമ്പററി സപ്പോർട്ട് കൊടുത്ത് നിലയിട്ടെന്ന് ചെയ്യണ അത്ര സമയത്തിൻ്റെ പകുതി സമയം പോലും വേണ്ട. ഇനി ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ, അതായത് ഒരു മെയിൻ പണിക്കാരെ പറ്റിയും ഞാൻ ഇതിൽ സംസാരിക്കണില്ല, മനസ്സിലാവാത്ത പണി പഠിക്കാൻ ആഗ്രഹമുള്ള പിള്ളേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. പള്ളിപ്പറമ്പ്.